KSRTC ബസ് സ്റ്റേഷനിൽ നമ്മുടെ നീണ്ട കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നായിരുന്നു. കാരണം പാലക്കാട് സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ബസ് ടെർമിനൽ എന്ന് പറയുന്നത് അന്യസംസ്ഥാന യാത്രികരടക്കം ധാരാളമായി ഉപയോഗിക്കുന്ന കേരളത്തിന്റെ സത്യത്തിൽ അതിർത്തി KSRTC ബസ് ഡിപ്പോയാണ് പാലക്കാട്. അപ്പൊ പല പ്രദേശത്തു നിന്ന് വരുന്ന സ്ത്രീകൾക്ക് ഇരിക്കുവാൻ വളരെ സൗകര്യപ്രദമായ ഒരു ഇടം വേണമെന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. അപ്പൊ അതിന്റെ മനോഹരമായ ഒരു ഉദ്ഘാടന വേദിയാണ്. അപ്പൊ ആ മനോഹരമായ ഉദ്ഘാടന വേദിയിൽ ഒരു സമരം നടക്കുകയാണ്. ഇവിടെ ഉദ്ഘാടകനായ ശ്രീ KB ഗണേഷ് കുമാർ ജയിക്കും. അദ്ദേഹത്തോട് എനിക്ക് വലിയ ശക്തമായ രാഷ്ട്രീയ വിയോജിപ്പ് ഈ ഉദ്ഘാടകനോട് ഇരിക്കുന്നു. ഉദ്ഘാടകന് തിരിച്ച് എന്നോടും രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോയി ഗണേശൻ നോക്കുന്നുണ്ടാണ്. ഞാൻ പത്തനാപുരത്ത് വന്ന് സമരം ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് രാഷ്ട്രീയമായ ഒരു സമരമാണ്. ആ രാഷ്ട്രീയ സമരത്തിന് ഒരു ലക്ഷ്യമുണ്ട്, അദ്ദേഹത്തിന് അതിന് മറുപടിയുണ്ട്, അത് രാഷ്ട്രീയമാണ്. പക്ഷെ ഇന്ന് ഇവിടെ നടന്ന സമരം എന്തിന്റെ പേരിലായിരുന്നു എന്ന് തിരക്കെല്ലാം ഒഴിഞ്ഞ് ആ സമരക്കാരൻ്റെ നമ്മളോട് വന്നു പറഞ്ഞാൽ നന്നായിരിക്കും, എങ്കിലേ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ KSRTCയുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ സമരം നടത്തിയത് BJPയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. അവർ സമരം നടത്തുമ്പോൾ നമ്മളൊരു സമരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരല്പമെങ്കിലും സത്യസന്ധത കാണിക്കുന്നത്. KSRTCയുടെ ഈ ഡിപ്പോ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ ഡിപ്പോയുടെ പ്രത്യേകത കേരളത്തിലെ അധിക ഡിപ്പോകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത ഇതൊരു MLAയുടെ ആസ്തി വികസന ഫണ്ടിന്റെ സന്തതിയാണ് ഇത്. ഒരു MLA അദ്ദേഹത്തിന്, എന്റെ മുൻഗാമിയായ ശ്രീ ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 8 കോടി രൂപ, ചെറിയ കാര്യമല്ല. അങ്ങനെ എല്ലാ MLAമാരും അത്രയും രൂപ ഒരു ടെർമിനലിന് വേണ്ടിയിട്ടൊന്നും ചെലവഴിക്കില്ല. കാരണം പല സ്ഥലങ്ങളിലായി പല ഗ്രാമീണ റോഡുകൾക്കുമൊക്കെ ആയിട്ട് ചെലവഴിക്കുവാൻ കഴിയുന്ന തുക മുഴുവൻ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഈ മനോഹരമായ, കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിൽ ഒന്നാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിന് ഇതുവരെ കെട്ടിട നമ്പർ കിട്ടിയിട്ടില്ല. ഈ സമരം ചെയ്യാൻ വരുന്ന BJPയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട്, ഞാനൊരു സമരത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരാളാണ്. ഞാൻ സമരങ്ങളിലൂടെ കടന്നു വന്ന ഒരാളും ഇപ്പോഴും സമരം ചെയ്യുന്ന ആളുമാണ്. ഈ സമരത്തിന് വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇവിടുന്ന് അധിക ദൂരമല്ലാത്ത മുനിസിപ്പാലിറ്റിയിലേക്ക് നിങ്ങളൊരു സമരം ചെയ്താൽ ഞാനത് ഉദ്ഘാടനം ചെയ്യാൻ വരാം, സ്ഥല MLA എന്ന നിലയിൽ. നമുക്ക് ഈ മനോഹരമായ കെട്ടിടത്തിന് ഇതുവരെ നമ്പർ പോലും കിട്ടാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന നിരന്തരമായ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ, ഈ KSRTCയുടെ അതിന് അടുത്ത ഘട്ട വികസനം നടക്കാത്തതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഇവിടുത്തെ നഗരസഭയല്ലേ. നഗരസഭ കെട്ടിട നമ്പർ കൊടുക്കാത്തതല്ലേ. ആ കെട്ടിട നമ്പർ കൊടുക്കാത്ത ആളുകൾ ഇവിടെ വന്ന് മന്ത്രിക്കെതിരായിട്ട് ഒരു സമരം നടത്തുന്നതിനകത്ത് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സമരം ചെയ്യാം, ഞാനും നാളെ മന്ത്രിക്കെതിരായിട്ട് സമരം ചെയ്യും, അതിനകത്ത് തർക്കമൊന്നുമില്ല. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഞങ്ങൾ തമ്മിലുണ്ട്, അതിനകത്തും തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മൾ സമരം ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തോ എന്നുള്ള ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു ക്രോസ് ചെക്കിംഗ് നടത്തിയിട്ട് വേണം ഇത്തരത്തിലുള്ള സമരവുമായിട്ട് വരാൻ. അതല്ലെങ്കിൽ ഈ സമരം നടത്തുന്ന ആളുകൾ സ്വയം അപഹസിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി, കാരണം നിങ്ങൾ എല്ലാവരും ഈ പ്രദേശത്തെ ആളുകളും എന്റെ വോട്ടർമാരുമാണ്. അതുകൊണ്ട് സ്ഥലം MLA എന്ന നിലയിൽ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇത്തരം സ്വയം അപഹാസ്യരാകുന്ന സമരവുമായി കടന്നു വരരുത് എന്നുള്ളതാണ്. ഇവിടെ വന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒന്നെന്താണ്, ഇവിടെ എന്തിനാണ് ശീതീകരിച്ച വിശ്രമം? പാലക്കാട് പോലെ ഇത്രയേറെ ചൂടുള്ള ഒരു പ്രദേശത്ത്, ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കും, ഇത്രയേറെ ചൂടുള്ള ഒരു പ്രദേശത്ത് ദീർഘദൂര യാത്ര ചെയ്തു വരുന്ന ആളുകൾക്ക് അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാർ, സ്ത്രീകൾ, അവർക്ക് ശീതീകരിക്കപ്പെട്ട ഒരു റൂം വേണമെന്ന് പറയുന്ന ഒരു ആഡംബരമാണ്. ഇവിടുത്തെ ജീവനക്കാർക്കാണ്. ബഹുമാന്യനായ KSRTC വകുപ്പ് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രിയെ ഞാൻ പ്രത്യേകമായ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇവിടുത്തെ ജീവനക്കാർ, കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ചൂട് അനുഭവിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഇവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ് തൊട്ടു മുൻപ് മന്ത്രി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആ ശീതീകരിച്ച മുറി ഇവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് അത് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇവിടുത്തെ ജീവനക്കാർക്ക് ശീതീകരിച്ച മുറിയായി, അവർ യാത്രക്കാർക്കായി. ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഇതോട് കൂടിയിട്ട്, ഈ ഉദ്ഘാടനത്തോട് കൂടിയിട്ട് ഇതിന്റെ പരിസമാപ്തി ഒന്നും അല്ലല്ലോ, തുടർ പ്രവർത്തനങ്ങളാണ്. ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ ഒരു ലിസ്റ്റുമായിട്ടാണ്. കാരണം കഴിഞ്ഞ തവണ ബഹുമാനനായ ഗതാഗത വകുപ്പ് മന്ത്രി ഇരിക്കുന്ന വേദിയിൽ ഞാൻ ആദ്യം ഉന്നയിച്ചത് ആവശ്യങ്ങളാണ്. എനിക്കതിനകത്ത് വലിയ സന്തോഷവും അഭിമാനവും, എല്ലാ രാഷ്ട്രീയ വിയോജിപ്പുകളും ഉള്ളപ്പോൾ തന്നെ സന്തോഷവും അഭിമാനവും ഉള്ളത്, ഞാൻ അന്ന് ഒരു സ്ഥലം MLA എന്ന നിലയിൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ 2 കാര്യം ഒഴികെ ബാക്കിയെല്ലാം അടുത്ത വരവിന് മുമ്പ് നടപ്പിലാക്കി തരുവാൻ
ഗതാഗത വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും അതുപോലെ തന്നെ KSRTCയുടെ ചെയർമാനും ഒക്കെ പ്രത്യേകമായ ശ്രദ്ധയെടുത്തു. അത് പാലക്കാടിന് അവർ തമ്മിൽ പ്രത്യേകമായി പരിഗണനയാണ്. അത് സത്യസന്ധമായി തന്നെ അതിനെ അഭിവാദ്യം ചെയ്യുവാനും അതിന് ഈ നാടിനുള്ള നന്ദി അറിയിക്കുവാനും ഞാൻ തയ്യാറാവുകയാണ്. നമ്മുടെ കഴിഞ്ഞ ഇതുപോലൊരു യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ധാരാളമായി പഴയ വ്യക്തന്മാർ നമ്മുടെ പാലക്കാട് ധാരാളമായി പഴയ വ്യക്തന്മാര് ആശ്രയിക്കുന്ന ഇവിടുത്തെ ഒരു സ്ഥിരം ബസ് ഉണ്ടായിരുന്നു. 60 തൊട്ടുള്ള ബസ്സായിരുന്നു. അത് മന്ത്രി വരുന്ന ദിവസമാണ് നിർത്തലാക്കുന്നത്. മന്ത്രിയോട് പറഞ്ഞു ആ ബസ് നിർത്തലാക്കാൻ പാടില്ല, അതൊരു ഇക്കണോമിക് വയബിലിറ്റി ഫീസിബിലിറ്റി നോക്കാൻ പാടില്ല, അത് ഇവിടുത്തെ ഒരു ഇമോഷണൽ പ്രശ്നമാണ്, അത് നിർത്താൻ പാടില്ല എന്ന റിക്വസ്റ്റ് മന്ത്രി ചോദിച്ചു. അദ്ദേഹം വളരെ ഭാവപൂർവ്വം സ്റ്റേജിൽ വെച്ച് തന്നെ അതിന്റെ പ്രഖ്യാപനമായി ഇപ്പോഴും അവരോട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ പോകുന്ന സമയത്തൊക്കെ ആളുകൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് പോകുവാൻ അവരെല്ലാവരും ആശ്രയിക്കേണ്ടി വരുന്ന ഒന്നുകിൽ ഓട്ടോയും ടാക്സിയും പിടിച്ചു പോകണം, വലിയ പൈസയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു KSRTC ഷട്ടിൽ സർവീസ് പല സമയങ്ങളിലായി ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന ഒരു സർവീസ് തുടങ്ങാനുള്ള ഇടപെടൽ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായി. ആ ബസ് ആദ്യം നമ്മുടെ റൂട്ടിൽ വെച്ച റൂട്ടിൽ നിന്ന് മാറ്റി ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ലാഭകരമായി കൂടി KSRTC ലാഭകരമായിട്ടാണ് ആ സർവീസ് പോകുന്നത്. അത് അനുവദിക്കപ്പെട്ടു. ആ മീറ്റിംഗിലായിരുന്നു നമ്മൾ അഭ്യർത്ഥിച്ചത്. പുതുതായി വാഹനങ്ങൾ വാങ്ങുന്ന വിവരം നമ്മൾ അറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു മൈസൂർ സർവീസ് ആരംഭിക്കാനായിട്ട് ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മന്ത്രി എപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു. ഇന്ന് അതിന്റെ ഉദ്ഘാടനം കൂടി നടക്കുകയാണ്. ഇനിയും അന്ന് വെച്ച ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ നടക്കാതെ പോയ 2 കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങൾക്ക് പാലക്കാടിന് ഒരു ബാംഗ്ലൂർ സർവീസ് ഇപ്പം അങ്ങ് ഇടപെട്ടിട്ട് പുതുതായിട്ട് 30 ബസ് വാങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില രഹസ്യ വിവരം, ചില സ്റ്റേഡിയം നമുക്ക് വിവരം തന്നിട്ടുണ്ട്. അങ്ങനെ ഇടപെട്ടിട്ട് ഒരു 30 ബസ് ആരംഭിക്കുകയാണ്. ഏറ്റവും അധികം ആളുകൾ ഗണേശനെ സൂചിപ്പിക്കാനായിട്ടുള്ളത് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ശ്രീയുടെ കൺവീനറാണ്. ഞങ്ങൾ ഏതാണ്ട് 10 ബസ്സുകൾ എങ്ങാണ്ടാണ് കർണാടകയിൽ നിന്ന് മാത്രം പാലക്കാട്ടേക്ക് കൂട്ടിയാൽ മതി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയേറെ ആളുകളാണ് പാലക്കാട്ടെ ആളുകൾ ബാംഗ്ലൂരിൽ താമസിക്കുകയാണ്. ഇത് മുഴുവൻ സ്വകാര്യ മേഖല ഒരു കുത്തകയാക്കി അവരുടെ ഓരോ വാരാന്ത്യമൊക്കെ ആകുമ്പോൾ ചാർജിനെ പറ്റിയൊക്കെ മന്ത്രിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വാരാന്ത്യമൊക്കെ ആകുമ്പോഴുള്ള കൊള്ളയെ പറ്റി അങ്ങേക്ക് ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് പാലക്കാട്ടെ ചെറുപ്പക്കാർ പ്രത്യേകമായി വലിയ തോതിൽ ആശ്രയിക്കുന്ന ബാംഗ്ലൂർ പോലുള്ള നഗരവുമായി ഒരു കണക്ടിവിറ്റി സർവീസ്. അപ്പൊ അതിന്റെ സാങ്കേതിക പ്രശ്നം നമുക്ക് എല്ലാ ദിവസവും റൂട്ട് എടുക്കുന്ന സാങ്കേതികമായ പ്രശ്നമുണ്ട്, പ്രൊഫഷണൽ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് മന്ത്രി ഇടപെട്ട് പാലക്കാടിന്റെ വാരാന്ത്യ സർവീസ് പുതിയ ബസ്സുകളിൽ ഒന്ന് പാലക്കാട് നിന്ന് ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഒരു തർക്കവും വേണ്ട. ആ സർവീസിൽ ഒരെണ്ണം പോലും KSRTCക്ക് നഷ്ടമാകുന്ന സർവീസുകളായിരിക്കില്ല എന്ന കൃത്യമായ ഉറപ്പ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റിയുടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇപ്പൊ പുതിയ കൺസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ മന്ത്രിയോട് നിയമസഭയിൽ വെച്ച് കത്ത് കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തെ ആളെ വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് വെള്ളപ്പേപ്പർ എടുത്തിട്ട് അദ്ദേഹം വെള്ളപ്പേപ്പർ എടുക്കാൻ പറഞ്ഞു. വെള്ളപ്പേപ്പർ എടുത്തിട്ട് അദ്ദേഹം തന്നെ വരച്ചു KSRTCയുടെ പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പ്ലാൻ അദ്ദേഹം തന്നെ ഈ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള റൂമിന്റെ പ്ലാൻ വരച്ചത് ബഹുമാനായ തന്നെയാണ്. അതുപോലെ ഈ പ്ലാൻ വരച്ച് കാണിച്ചു. ഇങ്ങനെയാണ് നമ്മൾ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സ്ഥല MLA എന്ന നിലയിൽ നാട്ടിലെ ആളുകൾ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ ധാരാളം ആളുകൾ ആശ്രയിക്കുന്നതാണ്. അതിനകത്ത് MLA ഫണ്ടിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ വേണമെങ്കിൽ അതിന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ തയ്യാറാണ് മന്ത്രിക്ക് ഞാൻ കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു ഡിസ്കസ് ചെയ്തിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ അദ്ദേഹം എന്നോട് തിരിച്ചാവശ്യപ്പെട്ടത് ഇവിടെ 10 ലക്ഷം രൂപ വക ഇരുത്തണം MLA. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ നിർദ്ദേശം പൂർണ്ണമായി ഞാൻ കേട്ടിട്ടുണ്ട്. ആ 10 ലക്ഷം രൂപ അദ്ദേഹം സ്റ്റേജ് വെച്ച് തന്നെ ഉറപ്പ് കൊടുത്തതാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ട് ആ 10 ലക്ഷം രൂപ KSRTCക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ കാര്യത്തിലായാലും വളരെ പോസിറ്റീവായിട്ടാണ്. കഴിഞ്ഞ ദിവസം KSRTC ജീവനക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പൊ ഒരു യാർഡിന്റെ ചില കാര്യങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അപ്പൊ മന്ത്രിയുടെ പ്രത്യേകമായ ഇടപെടലുണ്ടെങ്കിൽ ആ വിഷയത്തിനകത്ത് ഒരു പരിഹാരം ഉണ്ടാകും. ഇനി നമുക്ക് പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ അതിനകത്തൊന്നും ഒന്ന് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ഈ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്ത് റോഡിൽ പാർക്ക് ചെയ്യുമ്പോൾ KSRTC ചില ഡ്രൈവർമാരുടെ ഭാഗത്തും വീഴ്ചയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഏറ്റവും സൂചിപ്പിച്ചു. അതായത് ഇവർ ചില ആളുകൾ പാർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ചേർന്നിട്ട് രാത്രി വിളിച്ചിട്ട് അവര് ദൂരത്തുനിന്ന് വരുന്ന ആളുകൾ അവർ വരുമ്പോ ഈ സാധാരണ ഡ്രൈവിംഗിന്റെ ബേസിക് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആയിട്ട് വേണം പാർക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. ഇത് ഈ ഡ്രൈവർ അശ്രദ്ധമായിരിക്കാം, അത് ടയർ വന്ന് ചരിച്ചിട്ടാണ്. അപ്പൊ ഈ വണ്ടി ആളുകളുടെ ശ്രദ്ധയിൽ പോയി
ടയർ ഒരു കാരണവശാലും ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടില്ല. വലിയ അപകടത്തിൽ അവർ പെടേണ്ടതായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ ഇവർ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഒരു അപകടം ഒഴിവായത്. അപ്പൊ അവിടെ വെച്ച് തന്നെ അവരെന്നെ വീഡിയോ കോൾ ചെയ്തു, എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്, റോഡ് മുഴുവൻ വാഹനമാണ്, എന്നോട് സംസാരിച്ചു. അപ്പൊ അത് പാർക്കിംഗ് കുറച്ചുകൂടി ഇപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സൊല്യൂഷൻ ഇല്ല, പക്ഷെ അപകടം ഉണ്ടാകാതെ രീതിയിൽ മാത്രമേ വാഹനം ഒതുക്കിയിടാവുള്ളൂ എന്നുള്ള കൃത്യമായ ഇടപെടൽ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതുപോലെ തന്നെ റോഡിലെ പാർക്കിംഗ് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. വൈകുന്നേരമൊക്കെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് KSRTC പുറത്ത് പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് നമുക്കൊരു ശാശ്വതമായ പരിഹാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ജില്ലാ വികസന സമിതിയിൽ ഞാൻ റേസ് ചെയ്തൊരു ഇഷ്യൂവാണ്. അപ്പോ അന്ന് പോലീസിന്റെ ഭാഗമായി ASP യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് മതിയായ സൗകര്യം അനുവദിക്കപ്പെട്ട റൂമില്ല എന്നാണ്. അതിനകത്തും ഇന്നൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളോട് നമ്മൾ പാലക്കാടിൻ്റെതായ ആവശ്യങ്ങൾ പലപ്പോഴും പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യം, എന്റെ സെക്കൻഡ് ഹോമാണ് പാലക്കാട് എന്നാണ് പറയുന്നത്. അപ്പൊ സത്യത്തിൽ ഇന്നത്തെ ഈ യോഗത്തിന് പോലും ആദ്യം നിശ്ചയിക്കപ്പെട്ടത് അദ്ദേഹമായിരുന്നു ഉദ്ഘാടനം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, അപ്പൊ എന്നോടാണ് ഉദ്ഘാടനം ചെയ്യണം, ഈ സർവീസ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ എന്നോടാണ് ഡേറ്റ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് മന്ത്രിയെ തന്നെ വിളിക്കാം. അപ്പൊ ഞാൻ മന്ത്രിയോട് അങ്ങോട്ട് പറഞ്ഞു, അങ്ങയുടെ സെക്കൻഡ് ഹോമിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടി ഉറപ്പായിട്ട് നമുക്ക് വരണം. സത്യത്തിൽ വരണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്വാർത്ഥത കൂടി ഉണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ട് പോയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ ഇപ്പൊ എനിക്കും അതുപോലെ തന്നെ എംപിക്കും കുറെ ഡിമാൻഡുകൾ വന്നു. മാത്രമല്ല എനിക്കും എംപിക്കും മന്ത്രിയോട് കുറെ ഡിമാൻഡുകൾ വയ്ക്കാൻ പറ്റും. അപ്പൊ ആ ഡിമാൻഡ് വെച്ചിട്ട് ആ ഡിമാൻഡുകൾ അംഗീകരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധ്യത കൂടി മന്ത്രി ഉദ്ഘാടകരായി ക്ഷണിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ, ഒന്ന് ഈ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പ്രശ്നം, പിന്നെ ഒന്ന് പോലീസ് ചെക്ക് പോസ്റ്റിന്റെ പ്രശ്നം, അതുപോലെ തന്നെ KSRTC പാർക്ക് ചെയ്ത പ്രശ്നം, ബാംഗ്ലൂരിലേക്കുള്ള പുതിയ സർവീസ്, പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ കൂടെ തന്നാലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ളൂ. ഞങ്ങള് പാലക്കാട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ടാന്ന് പറയുന്ന ആളുകളല്ല, ഞങ്ങൾ വേണ്ടാന്ന് പറയുന്ന ആളുകളല്ല, രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ ബാംഗ്ലൂരിലേക്കുള്ള സർവീസ് അങ്ങയുടെ ഒരു ഇടപെടലിൽ അടിയന്തരമായി തന്നെ അനുവദിക്കണം എന്ന് മാത്രം പറയുന്നു. ഈ മനോഹരമായ ചടങ്ങിന്റെ ഭാഗമായി കടന്നു വന്ന മുഴുവൻ ആളുകളെ പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഒരു വാക്കുകൂടി ഈ പ്രമോദ് ശങ്കർ എന്ന് പറയുന്ന KSRTC ചെയർമാനെ പറ്റി പറയാനായിട്ടുള്ളത്, KSRTCയുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയമായ വിയോജിപ്പ് നമുക്കുണ്ട്, ചില പരിമിതികളുണ്ട്, അതിനോടുള്ള വിയോജിപ്പുകളും വിമർശനങ്ങളും നമുക്കുണ്ട്. പക്ഷേ KSRTCയുടെ നവീകരണത്തിന് വേണ്ടി ചെയർമാൻ എടുക്കുന്ന ശ്രമങ്ങൾ വളരെ അഭിനന്ദിക്കപ്പെടേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടുകൂടി തന്നെ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ മനോഹരമായ ചടങ്ങിന്റെ ഭാഗമായി കടന്നു വന്ന എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നമ്മുടെ ആവശ്യങ്ങൾ വളരെ അനുഭാവപൂർവ്വം തന്നെ മന്ത്രി പരിഗണിക്കും എന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് ഈ വിഷയത്തിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരക്കാര് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വാച്ച് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രദ്ധ കൂടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ കെട്ടിട പെർമിറ്റിന്റെ കാര്യത്തിൽ, കെട്ടിട നമ്പറിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ, തിരിതെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാൻ